വെസ്റ്റ് ബംഗാൾ ഞാൻ ഒന്നും കൂടി പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും സുന്ദരികളായ പെണ്ണുങ്ങളുള്ള വെസ്റ്റ് ബംഗാളിലാണ്. എനിക്കത് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് കശ്മീരിലാണെന്നാണ്, പക്ഷെ കശ്മീരല്ല, വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ എൻ്റെ ഉമ്മനോട് ഇത് പറയുമ്പോൾ ഉമ്മ പറയും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്, ആരെ കണ്ടാലും ക്രഷ് അടിക്കുന്ന സ്വഭാവം. പക്ഷെ അതല്ല, ഇത് ഞാൻ ശരിക്കും പറയാണ്. കാരണം എന്താ വെച്ചാൽ വെസ്റ്റ് ബംഗാളിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഗേൾസ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഓർക്ക് ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറബികളൊക്കെ കാണൂലേ, അറബിയാണ്, അറബി വരുന്നുണ്ട്, ഷെയ്ക്ക് വരുന്നുണ്ട്, അതേമാതിരി മലയാളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവും. കുട്ടിയൊക്കെ വെച്ചിട്ട് സെറ്റാവും. ഐ ആം ഫ്രം കേരള എന്ന് പറയുമ്പോൾ തന്നെ ഒരു 70% പിന്നെ ബാക്കി വേണമെങ്കിൽ മൂവ് ചെയ്താൽ മതി. സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അല്ല, നമുക്ക് പെട്ടെന്ന് സെറ്റാവും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ. കാരണം ഓരോ ഉമ്മാരെന്നെ പറയും മോനെ കുട്ടീനെ കെട്ടിച്ച് കൊണ്ടേക്കോ, കാരണം ഓരോ കഷ്ടപ്പാടല്ല അവിടെ ഫുള്ള്. നമ്മ കേരളം എന്ന് പറഞ്ഞാൽ റിച്ച് ആൾക്കാർ, കേരളക്കാർ റിച്ച്, അങ്ങനെയാണ് ഓരോ വിചാരം. അപ്പൊ ഇനി അവിടെ പോയിട്ട് പെണ്ണന്വേഷിക്കാന്നുള്ളൊരു മൈൻഡ് പിടിച്ചേക്കല്ല. അല്ല, ഞാൻ പറയാ ഇനിയിപ്പോ ഭാവിയിൽ പെണ്ണൊന്നും കിട്ടിയില്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അല്ല പെണ്ണ് കിട്ടാതൊക്കെ ഒന്നുമില്ല, കിട്ടും. ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ എങ്ങനെയുണ്ട്? ഫാൻസിന്റെ മെസ്സേജ് ഒന്നാമത് എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ നേരിട്ട മെയിൻ പ്രശ്നം, ഈ ഇൻസ്റ്റയിൽ കുറേ ചെക്കന്മാർ ഓരോ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. മറ്റേ എന്താണ് ഓല നാട്ടിലത്തെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്താണ് ചെങ്ങായിമാർ, അത് പിന്നെ അത് ഓരോ വൃത്തിയട്ട ഗ്രൂപ്പും ഉണ്ടാവും. അതിലൊക്കെ ആഡ് ചെയ്താണ്ട് ഇവര് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇപ്പം എൻ്റെ അമ്മക്ക് മെസ്സേജ് അയക്കുന്ന ഫോളോവേഴ്സിൻ്റെ മെസ്സേജ് കാണുന്നത് എങ്ങനെയാണ്, എന്നിട്ട് ഇത് തുറക്കുമ്പോൾ അതുണ്ടാവും ഓരോ ഗ്രൂപ്പ്, അണ്ടിപ്പറമ്പിൽ അണ്ടികൾ, അത് ഇത് അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. സൈക്ക് ഇത് നല്ല ദേഷ്യമാണ്. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ഇത് ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ നെയ്മർ വിചാരിക്കുകയാണ് ഇന്നൊരു ഗ്രൂപ്പിലിടാം, അത് പറ്റൂല. എല്ലാരും അങ്ങനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. പണ്ട് ഞാനും ചെയ്യുന്നതാണ്, ഓരോരുത്തരെ ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിപ്പോ തിരിച്ച് കിട്ടില്ല തുടങ്ങി. ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയൂല, നമ്മ കൊറേ നോക്കും. പക്ഷെ ഈ ഫസ്റ്റ് തന്നെ തുറക്കുമ്പോ തന്നെ ഇതൊക്കെ വരാ. റിസ്ക് എടുത്ത് നോക്കണ്ടേ, കണ്ടുപിടിക്കണ്ടേ. അല്ല പക്ഷെ എന്നാലും എന്താണ് ഞാൻ എന്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് തന്നെ പക്കാ ഇഷ്ടമുള്ളതൊക്കെ പെട്ടെന്ന് അറിയുന്നുണ്ട്. ഞാൻ ഓരോന്ന് കണക്ഷൻ ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നൊരു പ്രപ്പോസൽ ഏതായിരിക്കും? പ്രപ്പോസൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് പ്രപ്പോസലിനെ കണ്ടിട്ട് ആർക്കും ക്രഷ് അടിക്കുന്നു. കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോസ് അല്ല ചെയ്യല്. എൻ്റെ കോലം തന്നെ ഭയങ്കര ഇതിലാണ്. ഇപ്പൊ നമ്മ ഡ്രസ്സ് മാറ്റി നിൽക്കാന്നല്ലാതെ എൻ്റെ വീഡിയോ ആകുമ്പോൾ തന്നെ നമ്മ ഓരോ സിറ്റുവേഷനിലുള്ള വീഡിയോ ആണ് എടുക്കുക. ഒന്നെങ്കിൽ അവിടെ എങ്ങനെ ഇരിക്കണ വീഡിയോ ആവും, അങ്ങനത്തെ ഒക്കെ ആവും തുടങ്ങുക. അപ്പൊ ആർക്കും അങ്ങനെ ക്രഷ് അടിക്കാനൊന്നും സാധ്യമില്ല. ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവും, എന്ത് സംസാരം ഇഷ്ടമാണ്, അത് വിചാരിച്ചിട്ട് ഓൾക്ക് ഇഷ്ടമാണെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹനാൻഷ് നല്ല പാട്ടുകാരനാണ്, ഹനാൻഷ് പാട്ടുകാരനാണ് വിചാരിച്ചിട്ട് ചില ഗേൾസിന് ഓനെ കെട്ടാൻ പൂതിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായ? ഓന്റെ ഇപ്പൊ ഫോട്ടോ എടുക്കണം, സ്റ്റോറി ഇടണം, അത്ര തന്നെ. അല്ലാതെ അല്ല ഇക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. തോന്നിയിട്ടില്ല. നന്നായിട്ടുണ്ട്. ആ തൊട്ടില് ഒരു നേപ്പാളി കുട്ടീനെ കൊടുന്നു വെച്ചായിരുന്നല്ലോ, ആ തൊട്ടി പൊട്ടൂലെന്ന് അവർക്ക് അത്രയും ഗ്യാരണ്ടി ആയിരുന്നോ? ഞാൻ അവരോട് പറഞ്ഞിന് ഇതില് 100 ഇപ്പൊ എൻ്റെ ഇപ്പൊ 2 തൊട്ടിലുണ്ട്. ഒന്നില് 100 ഒരു 120 വെയിറ്റ് ഒക്കെ പോകും, 100 120. രണ്ടാമത്തെ ഒന്ന് വന്നാണ് ചൈനയിൽ നിന്ന് ഇറക്കിയൊരു സാധനം, കിട്ടില്ല സാധനം. അതിന് 3000 റുപ്യൊക്കെ ഉണ്ട്. അതില് നല്ല പോകും, ഒരു 200 250 കിലോനൊക്കെ പോകും. നമ്മൾ 2 ആളൊക്കെ കിടക്കാം അതില്. ഇപ്പൊ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ സുഖസുന്ദരായിട്ട് കിടക്കാം. അങ്ങനത്തെ സാധനം.